വൗ, ഇതൊരു ബക്കറ്റ് നിറയെ മാൾട്ടിസേഴ്സ് മിഠായി ആണല്ലോ. പക്ഷെ ഒരു മിനിറ്റ് നിൽക്കൂ, അത് നോക്കൂ. മൈക്കിന്റെ കയ്യിൽ ഒരു ബക്കറ്റ് ഉണ്ട്, എനിഡിന്റെ കയ്യിൽ വലിയൊരു ബക്കറ്റുമുണ്ട്. എന്റെ ദൈവമേ, വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമുക്ക് വെഡ്നസ്ഡേയിൽ നിന്ന് തുടങ്ങാം. എന്തുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ചെറുത് കിട്ടിയത്? എനിക്കറിയാം. എന്റെ കയ്യിൽ ഒരു പ്രത്യേക ട്യൂബ് ഉണ്ട്. എനിക്ക് കൈ പോലും അഴുക്കാക്കാതെ എല്ലാ മിഠായികളും വലിച്ചെടുക്കാൻ കഴിയും. എളുപ്പവും രുചികരവും. കൊള്ളാം. മൈക്ക്, ഇനി നിന്റെ ഊഴം. ശരി, ഇനി എന്റെ ഊഴമാണ്. എന്റെ കയ്യിലും ഒന്നുണ്ട്. അത് നോക്കൂ, സ്ലൈഡുകൾ ഒരു അടിപൊളി സാധനം. എനിക്ക് വേഗത്തിലെല്ലാം മാൾട്ടിസേഴ്സും കഴിക്കാൻ കഴിയും. ഇത് വളരെ രസകരമായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരു വലിയ സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മാൾട്ടിസേഴ്സ് മിഠായി ഇവിടെ വെക്കാം. അത് പോകുന്നത് നോക്കൂ. ഇത് നല്ല രസമാണ്. വൗ! നമുക്കൊന്ന് നോക്കാം. യമി! നമുക്ക് ഇത് വീണ്ടും ചെയ്യാം. ഓ, അത് ഗംഭീരമായിട്ടുണ്ട്. അത്ഭുതപ്പെടുത്തുന്നത് തന്നെ. യം യം യം! എന്ത് രസമാണ്. ഓ, അത് കഴിഞ്ഞെന്ന് തോന്നുന്നു. തീർച്ചയായും കുറച്ച് സങ്കടമുണ്ട്. എങ്കിലും ഇനി എനിഡിന്റെ ഊഴമാണ്. വരൂ. അതെ, ഞാനിതൊന്ന് നോക്കട്ടെ. ഇവ വളരെ വലുതാണ്. ഇത് എന്ത് രുചികരമാണ്. എന്ത്? ഞാൻ പങ്കുവെക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? നിന്നോടോ? ഒരിക്കലുമില്ല. ഇത് എന്റേതാണ്. എനിക്ക് പങ്കുവെക്കാൻ ഒട്ടും താല്പര്യമില്ല. ശരി, എല്ലാ മാൾട്ടിസേഴ്സും ഞാൻ തന്നെ എടുത്തോളാം. മേശയിൽ ശരിയായ രീതിയിൽ ഒരു ദ്വാരം ഉണ്ടാക്കണം. എങ്കിൽ ഞാൻ വിജയിക്കും. നമ്മുടെ ഫ്ലെയിം ത്രോവർ ഉപയോഗിച്ച് അത് കത്തിച്ചു കളയാം. പിന്നെ ദാ കഴിഞ്ഞു. എന്ത്? എന്റെ മിഠായി എവിടെ പോയി? വെഡ്നസ്ഡേ, നീ ഇതെല്ലാം തിന്നു തീർത്തോ? നിനക്ക് എങ്ങനെ കഴിഞ്ഞു? നിനക്ക് പങ്കുവെക്കാമായിരുന്നു. നിനക്കിത് കഴിച്ചു തീർക്കാം. വൗ, എത്ര ചെറിയ സിറിയൽ പാക്കറ്റ്. ഓ, വെഡ്നസ്ഡേക്ക് സാധാരണ ഒന്നുണ്ട്. എനിഡിന് വലിയ ഒന്നുണ്ട്. അത് നോക്കൂ, ഒരു ഭീമൻ സിറിയൽ പാക്ക്. വിശ്വസിക്കാൻ കഴിയുന്നില്ല. മൈക്ക്, ഞങ്ങൾ നിന്നിൽ നിന്ന് തുടങ്ങും. എനിക്ക് ഒരു മികച്ച ബുദ്ധി തോന്നി. എനിക്ക് ഒരു ചെറിയ മേശയിൽ ചെറിയ പ്ലേറ്റിൽ നിന്ന് സിറിയൽ കഴിക്കാം. നമുക്കിത് നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇത് വളരെ മികച്ചതാണ്, അല്ലേ? ആദ്യം നമ്മൾ സിറിയൽ ഇടുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കുന്നു. ഇത് ശരിക്കും രുചികരമായിരിക്കും. നമ്മൾ ഇത് എത്രയും വേഗം കഴിച്ചു നോക്കണം. ഒരു സ്പൂൺ എടുക്കുന്നു. യമ്മി! പക്ഷേ ചെറിയ ഭക്ഷണം പെട്ടെന്ന് തീരും. ഓ, ചിരിക്കുന്നത് നിർത്തൂ. ഞാൻ സ്വയം വൃത്തിയാക്കാം. ഇനി വെഡ്നസ്ഡേയുടെ ഊഴമാണ്. തീർച്ചയായും. ഞാൻ എനിക്കായി ഒരു പ്ലേറ്റും സ്പൂണും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് സിറിയൽ ഒഴിക്കുന്നു. കുറച്ച് പാൽ ചേർക്കുന്നു. മികച്ചത്. കൈ. എനിക്ക് എന്റെ കൈകൾ അഴുക്കാക്കാൻ താല്പര്യമില്ല. ഓ, എന്ത് രുചികരമാണ്. അവ നല്ലതാണ്. നല്ല നിറമുള്ളവയാണെങ്കിലും. എന്റെ ദൈവമേ, എനിക്ക് കുറച്ചുകൂടി വേണം. നന്ദി കൈ. ബൈ. എനിഡ്, ഇനി നിന്റെ ഊഴമാണ്. കൊള്ളാം. എനിക്ക് എങ്ങനെ ഈ വലിയ പാക്കറ്റ് കഴിക്കാൻ കഴിയും? ശരി, എനിക്കൊരു മികച്ച ബുദ്ധി തോന്നി. ഞാൻ ഇപ്പോൾ വരാം. ഓ, എനിക്കായി കാത്തിരിക്കൂ. എന്തായാലും ബാത്തും എനിക്ക് അനുയോജ്യമായിരിക്കും. എന്റെ കയ്യിൽ വലിയൊരു പാത്രമില്ല, പക്ഷേ വലിയൊരു ബാത്ത് ടബും ഉണ്ട്. പാൽ നേരെ അതിലേക്ക് ഒഴിക്കുന്നു.
ബാത്ത് ടബ് മുഴുവൻ അവസാന തുള്ളി വരെ നിറയ്ക്കാൻ ആവശ്യമായ പാൽ തീർച്ചയായും എന്റെ കയ്യിലുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സിറിയൽ അവിടെ ഇടാം. അവ എത്ര മനോഹരവും വർണ്ണാഭമായതുമാണ്. അത്ഭുതപ്പെടുത്തുന്നത് തന്നെ. അവ ഒരുപാടുണ്ട്. ഇനി എനിക്ക് അവിടെ നീന്തുക മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് ഇറങ്ങാം. ഓ അതെ, നമുക്ക് കുളിക്കുകയും സ്വയം ഉന്മേഷം വീണ്ടെടുക്കുകയും ചെയ്യാം. ഓ എന്റെ താറാവ് കുഞ്ഞ്, മുങ്ങിപ്പോകാതെ നമുക്കിത് വെക്കാം. രസകരമായിരിക്കുന്നു. ഇത് വളരെ നല്ലതാണ്. താറാവ് കുഞ്ഞെ, നിനക്ക് കുറച്ച് വേണോ? കഴിച്ചു നോക്കൂ. ഓ എന്ത് ചെറിയ ഡോനറ്റ്. ഇത് വെഡ്നസ്ഡേയുടെ പൂവിനേക്കാൾ ചെറുതാണ്. എനിഡിന് സാധാരണ ഒന്നാണുള്ളത്. മൈക്കിന്റെ കയ്യിലാകട്ടെ വലിയൊരു ഡോനറ്റുമുണ്ട്. എന്റെ ദൈവമേ, വെഡ്നസ്ഡേക്ക് വീണ്ടും ഏറ്റവും ചെറിയ ഭാഗമാണ് കിട്ടിയത്. ചിരിക്കുന്നത് നിർത്തൂ. ഞാൻ ആദ്യം തുടങ്ങാം. എന്റെ ഡോനറ്റ് നിങ്ങളുടെ എല്ലാവരുടേതിനേക്കാളും രുചിയുള്ളതാണ്. നമ്മൾ ഇത് ചതച്ചെടുക്കുകയേ വേണ്ടൂ. അത് നടന്നു. ഇത് പരന്നതായി മാറി. ഇപ്പോൾ ഇതിന് വലിയ വലിപ്പമുണ്ട്. രുചികരം. എനിക്കിത് ശരിക്കും ഇഷ്ടപ്പെട്ടു. ശരി, അപ്പോൾ ഇത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനി എനിഡിന്റെ ഊഴമാണ്. എന്റെ ഡോനറ്റ് എനിക്കായി കാത്തിരിക്കുന്നു. ഇത് വളരെ ക്യൂട്ടാണ്. എന്റെ ചുണ്ടുകൾ നോക്കൂ, അവ വളരെ മനോഹരമാണ്. മൈക്ക്, നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ നിന്നെ ഉമ്മ വെക്കുകയല്ല. എന്നോട് ക്ഷമിക്കൂ. മുകളിലിട്ട മിഠായി പൊടികൾ വളരെ നല്ലതാണ്. ഇനി ഡോനറ്റ് കഴിക്കാനുള്ള സമയമാണ്. എന്ത് നല്ലതാണ്. എനിക്ക് എല്ലാം കഴിക്കണം. യം യം യം. ശരി, ഇനി എന്റെ ഊഴമാണ്. എന്റെ ഡോനറ്റ് വളരെ വലുതാണ്. നമുക്കിത് അളന്നു നോക്കണം. മനസ്സിലായി. എനിക്കൊരു ബുദ്ധി തോന്നി. ഓ എന്നോട് ക്ഷമിക്കൂ വെഡ്നസ്ഡേ. എനിക്ക് അഴുക്കാകാൻ താല്പര്യമില്ല. നമുക്കൊരു ചെറിയ കഷണം മുറിച്ചെടുക്കാം. വൗ, എന്ത് രുചികരമാണ്. എനിക്ക് ഇനിയും വേണം. മൈക്ക്, നീ വേഗം ചെയ്യണം. പെൺകുട്ടികൾ കാത്തിരുന്ന് മടുത്തു. ഓ, അവർ നേരത്തെ തന്നെ പോയി കഴിഞ്ഞു. ശരി, അങ്ങനെ തന്നെ ആകട്ടെ. എനിക്ക് എന്റെ ഡോനറ്റ് അല്ലാതെ മറ്റാരെയും ആവശ്യമില്ല. ഇത് എന്റെ കൂട്ടുകാർക്കും എല്ലാ ഭക്ഷണങ്ങൾക്കും പകരമാകും. ഞാൻ അവസാനിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ പ്രിയപ്പെട്ട ഡോനറ്റ്. ഓ മൈക്ക് 100 ലെയറുകൾക്ക് ശേഷം തന്റെ ഭക്ഷണം കഴിച്ചു തീർത്തു. നീ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ? ഇപ്പോൾ 101 വർഷങ്ങളായി മൈക്ക്. ഓ, എന്നോടൊപ്പം ഉണ്ടായിരുന്നതിന് നന്ദി. ഇനി പുതിയൊരു വിഭവത്തിന്റെ ഊഴമാണ്. എന്താണ് ഈ ബട്ടണുകൾ? ഇത് രസകരമായി തോന്നുന്നു. നമ്മളിതിൽ അമർത്തണമോ? എന്താണ് സംഭവിക്കുന്നത്? അത് നോക്കൂ, ഇതൊരു ചെറിയ ചോക്ലേറ്റ് ബാർ ആണ്. ഓ, ചെറിയ ഭക്ഷണം വളരെ ക്യൂട്ടാണ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. രുചികരം. എനിക്ക് ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ്. പക്ഷെ ഇനിയൊന്നുമില്ല. ഞാൻ ബട്ടൺ വീണ്ടും അമർത്തിയാലോ? എനിഡ്, ഇനി എന്റെ ഊഴമാണ്. ബട്ടൺ അമർത്തുന്നു. ഓ, ഇത് ചോക്ലേറ്റ് ആണ്. പക്ഷെ ഇത് തീർച്ചയായും വലുതാണ്. പാക്കറ്റ് മാറ്റുന്നു. എനിക്ക് ചോക്ലേറ്റ് ചെറിയ കഷണങ്ങളായി മുറിക്കണം. അതിനായി എന്റെ കത്തി ഉപയോഗിക്കുന്നു. ഇതാണ് നല്ലത്. നിനക്കറിയാമോ, എനിക്ക് ഒരു ബുദ്ധി തോന്നി. എനിക്കായി ഒരു ചെറിയ ശവപ്പെട്ടി ഉണ്ടാക്കാം. ഇത് ചോക്ലേറ്റ് കൊണ്ടുള്ളതായിരിക്കും. ഇത് എത്ര ക്യൂട്ടാണെന്ന് നോക്കൂ. ഇനി എനിക്ക് ഇതൊന്ന് കഴിച്ചു നോക്കണം. നമുക്ക് നോക്കാം. ഓ, വാവ്,
ഇത് രുചികരമാണ്. എനിക്കും ഇങ്ങനെയൊരു ശവപ്പെട്ടി വേണമെന്നുണ്ടായിരുന്നു. മൈക്ക്, ഇനി നിന്റെ ഊഴമാണ്. നീ എന്തു പറയുന്നു അതുപോലെ വെൻസ്ഡേ? ശരി, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. നമ്മുടെ നേരെ എന്തെങ്കിലും പറന്നു വരുന്നുണ്ടോ? ഓ ഇല്ല, ഒരു വലിയ ചോക്ലേറ്റ് ബാർ. ഇത് ബഹിരാകാശത്ത് നിന്ന് വന്നതാണ്. പെൺകുട്ടികളെ സൂക്ഷിക്കുക. പുൽക്ക് ഇപ്പോൾ ആകാശത്ത് നിന്ന് പറന്നു വരികയാണ്. ഓ, ഇത് വളരെ അപകടകരമാണ്. സ്വയം രക്ഷപ്പെടൂ. പെൺകുട്ടികളെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിനക്കറിയാമോ, നമ്മൾ ഹെയർ ഡ്രയറുകൾ എടുത്ത് ചോക്ലേറ്റ് ഉരുകാൻ അതിലേക്ക് തിരിച്ചു പിടിക്കണം. നിങ്ങളുടെ ഹെയർ ഡ്രയറുകൾ എന്റെ ഫ്ലെയിം ത്രോവറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുമല്ല. ഇതാണ് നല്ലത്. കുടയുടെ അടിയിൽ ഒളിക്കൂ. ഇത് വളരെ കൊള്ളാം. ചോക്ലേറ്റ് മഴ. വൗ!